1951 ജൂൺ 4-ന് വിദ്യയുടെ ആദ്യ വിത്തുകൾ പാകിയപ്പോൾ അതൊരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയുടെ സാക്ഷാത്കാരമായിരുന്നു. 3 തലമുറകൾക്ക് അറിവും വെളിച്ചവും പകർന്നു നൽകിയ ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് അഭിമാനത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നു. 2024 ജനുവരി മാസത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികൾക്ക് 75 ദീപങ്ങൾ തെളിയിച്ച് നാം കാതുകുറിക്കുകയുണ്ടായി. ഇന്ന് നാം നമ്മുടെ ജൂബിലിയുടെ വർഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്പെഷ്യലി 1951 സ്ഥാപിച്ച ഈ വിദ്യാലയം 75 വർഷം പിന്നിടുകയാണ്. ഈ ജൂബിലി വർഷത്തെ മഹോദയത്തിന് വേണ്ടി മുൻ മാനേജർമാരായ കൊച്ചുകുടി, വർഗീസ് കൊച്ചുകുടി ഒരുക്കിയ പ്രത്യേക പരിപാടികളായിരുന്നു ചടങ്ങിന്റെ മുഖ്യ ആകർഷണം. സ്കൂൾ മാനേജർ ശ്രീ ഐപ്പു വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ ജോളി ജോർജ് നെടുങ്കല്ലിൽ മുഖ്യ അതിഥിയായിരുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ കോർഡിനേറ്ററായി മാനേജ്മെന്റ് നിയമിച്ച ബിജു സാറിന്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. കുട്ടികളുടെ നന്മയെ പ്രതി അപ്രമാണത്തോടെ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് കൃതജ്ഞത അർപ്പിക്കുവാനും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഗീത അധ്യാപകൻ ശ്രീ സജിൻ ചെറിയാൻ നാളിതുവരെ ഈ സ്ഥാപനത്തിനും കുട്ടികൾക്കും വേണ്ടി ചെയ്ത സേവനങ്ങൾ നന്ദിയോടെ സ്മരിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുന്നു. ചില മനുഷ്യർ സംഗീതം പോലെയാണ്. മക്കളെ പോലെ കരുതിയ അധ്യാപകൻ, സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ട സഹോദരൻ. കലൂർ മെമ്മോറിയൽ ഹൈസ്കൂൾ സ്ഥാപിതമായതിൻ്റെ 75ാമത് വാർഷിക ആഘോഷം ആചരിക്കുന്ന ഈ വേളയിൽ ഈ കലാലയത്തിലെ ആനിവേഴ്സറി അധ്യാപക സമ്മേളനവും സമയത്തുമായി ഇതിനകം ആചരിക്കുകയാണല്ലോ. നമ്മുടെ ഈ കലാലയം അജ്ഞതയിൽ നിന്നും അറിവിൻ്റെ ലോകത്തേക്ക്, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോടും ദീർഘവീക്ഷണത്തോടുകൂടി ഈ കലാലയം സ്ഥാപിക്കുക, ഇതിൻ്റെ മഹാനന്ദന്മാരെ നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ശ്രീ സാജു നവോദയെ വേദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായും അതോടൊപ്പം ഉദ്ഘാടനം നടത്തുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഇത്ര നല്ല ശബ്ദത്തിലടിക്കും. എന്തെങ്കിലും സൗണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയാ? ട്രെയിൻ പോകുന്ന സൗണ്ട് തോന്നിയോ? അപ്പൊ ഒന്ന് അടിച്ചേ, പെട്ടെന്ന് അടിച്ചേ. ഇപ്പൊ തോന്നിയ? നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എപ്പോ പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യമിരിക്കുന്നത്. നമ്മൾ ആ പഠിച്ച കാര്യം എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമിരിക്കുന്നത്. അപ്പൊ മക്കൾ ഇത്രയും ഒരു വർഷത്തിൽ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എക്സാം ആകുമ്പോഴത്തേക്ക് 2 വർഷത്തെ പഠിപ്പ് ഒന്നിച്ചു പഠിക്കാൻ നോക്കാതെ ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കെല്ലാം നിങ്ങൾക്ക് കിട്ടും. ശരിയാണോ? എല്ലാവരും അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണോ? അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ നല്ല രീതിയിൽ പഠിക്കുക, നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞ അനുസരിക്കുക, നല്ല കുട്ടികളായിട്ട് നല്ല മക്കളായിട്ട് വളരുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു റോസാ ചെടി പോലെ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ആ റോസാ ചെടിയിൽ ഉണ്ടാകുന്ന മുള്ളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിലുള്ള കഷ്ടപ്പാടും ദുരിതമെല്ലാം നമ്മളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ആ റോസാ ചെടിയിൽ നിന്ന് തന്നെ വളർന്ന് മുട്ടായി പൂവായി വിരിഞ്ഞ് ആ ചെടിയിൽ തന്നെ ഇതൾ കൊഴിയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ നമ്മൾ പൂവായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ മണം ശ്വസിക്കാനും നമ്മുടെ ഭംഗി ആസ്വദിക്കാനും പല ആൾക്കാരും പുറത്തു നിന്ന് വരും. നമ്മൾ ആ ചെടിയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകാനും വരും. അങ്ങനെ നമ്മൾ ആ ചെടിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ അടർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ ഇതുപോലെ പൂക്കൾ വെച്ച് ഭംഗിയായിട്ട് അലങ്കരിച്ച കുറെ സാധനങ്ങൾ നമ്മളിവിടെ ഇരിക്കാണ്ടില്ല. ഇതായിരിക്കും ആ പൂക്കളുടെ അവസ്ഥ. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നാളെ ഈ പൂവിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയാം മക്കൾക്ക്? ഈ സ്റ്റേജിന്റെ പുറകില് ഏതെങ്കിലും കാട്ടിലോ പറമ്പിലോ ആയിരിക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ ചെടിയിൽ നിന്ന് പോവാതെ നമ്മുടെ അച്ഛനും അമ്മയുടെ കൂടെ തന്നെ നിന്ന് വളർന്ന് പല കൂട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട കൂട്ടുകളല്ല. നമ്മുടെ കൂട്ടും എല്ലാം നമ്മുടെ വീടാണെന്ന് വിചാരിച്ച് നല്ല കുട്ടികളായിട്ട് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാത്ത ഒരു 5 ആൺകുട്ടികൾ നോന്നേ, 5 ആൺകുട്ടികൾ എണീറ്റേ, 5 പേര്, 5 പെൺകുട്ടികൾ എണീറ്റേ, 5 പെൺകുട്ടികൾ വാ, ഓടിയോ. എന്താ പേര് മോനെ? അൽഫാമെന്നാ? അൽഫാമല്ല. അപ്പൊ ഓക്കെ. കണ്ടില്ല കേട്ടോ. പേരെന്താ? കാതറിൻ. അപ്പൊ ഓക്കെ, അത് കഴിച്ചോട്ടെ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചില്ലേ, നന്നായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഏത് ഭാഷ സംസാരിക്കാൻ ഇഷ്ടം? എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കേട്ടു. വേറെ വല്ല ഭാഷ പറയാൻ ചുറ്റി പോയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു മലയാളത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ല. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് നിങ്ങൾ കൈയടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് പറഞ്ഞോളൂ. ഒരു വാക്ക്, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിർത്താതെ 5 പ്രാവശ്യം പറയണേ. 5 പ്രാവശ്യം. ചെറിയ വാക്ക. 10 തത്ത, ചത്തു, ചത്ത തത്ത, പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ശബ്ദത്തിൽ പറഞ്ഞേ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ചമ്പക്കര തങ്കപ്പൻ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളരിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളരിന്റെ ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. അപ്പൊ
ചിരി വെക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രീ സാജു നവോദയ അവരെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ സാജു നവോദയയിൽ ചേർന്ന നമ്മുടെ അധ്യാപകനായ ശ്രീ സച്ചിൻ ചെറിയൻ സാറിനെ പൊന്നാടി അണിയിക്കുന്ന ഈ നിമിഷത്തില് നമുക്കൊരു നല്ല കൈയ്യടി കൊടുക്കാം. ഒരു കലാലയത്തെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിനമാണ് സ്കൂൾ വാർഷികം അല്ലെങ്കിൽ ആനിവേഴ്സറി. രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമിച്ച് കൂടി ഒരു വർഷത്തിന്റെ ഫലങ്ങൾ സന്തോഷം പങ്കുവെക്കുന്ന പുണ്യദിനമാണ് സ്കൂൾ ആനിവേഴ്സറി അല്ലെങ്കിൽ സ്കൂൾ വാർഷികം. ഈ സക്കർബർഗ് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് ലോകത്തിലെ ഗൂഗിളും മെറ്റയും ഒക്കെ ഉണ്ടാക്കിയ മനുഷ്യനാണ് പറയുന്നത് ടെക്നോളജിയെ പറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ വേറെ ആർക്കും തന്നെ അറിയാൻ ചാൻസ് ഇല്ല. അദ്ദേഹം പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ ലോകത്തിൽ എത്ര ടെക്നോളജി വളർന്നാലും ഒരു നല്ല അധ്യാപകനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നല്ല അധ്യാപകന്റെ സ്ഥാനം ഒരു ടെക്നോളജിക്കും എടുക്കാൻ പറ്റില്ല. 1951 ആ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും ജനിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ വളരെ ചുരുക്കം ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിച്ചമോ റോഡുകളോ ഗതാഗത സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഒരു നാടിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എന്തു വേണം എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു വിദ്യാലയത്തിന് രൂപം നൽകി. ചെറിയ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ജൂബിലി വർഷത്തിൽ വന്നു, ജൂബിലി വർഷത്തിൽ പോകുന്നു. അതാണ് സതീഷ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 50ാം ഗോൾഡൻ ജൂബിലിയിൽ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന സതീഷ് സാർ 75 പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ വിരമിക്കുന്ന അധ്യാപകർ. അപൂർവമായി കിട്ടുന്ന ഒരു ബഹുമതിയാണ് സതീഷ് സാറിന് ലഭിച്ചത്. സതീഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലാളിത്യപരമായി ഏറ്റവും ലളിതമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. കരയുന്ന ആ രണ്ടക്ഷരത്തെ ഹൈപ്പോമോറിയൽ സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രകടമാക്കി കൊടുത്തുകൊണ്ട് പരിശീലനം കൊടുത്തുകൊണ്ട് 26 വർഷക്കാലം ഈ സ്കൂളിൽ അങ്ങനെ വിരാജിക്കുകയായിരുന്നു. വളരെ എന്താ പറയണമെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഒത്തുകൊണ്ടിരിക്കണം. കാരണം ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും എനിക്ക് അത്രയും നല്ല മെമ്മറീസ് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഞാൻ 6ാം ക്ലാസ്സിലാണ് വരുന്നത്. ഞാൻ മുന്നേ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ വരാൻ വിജി സാറൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു നോക്കാൻ എൻ്റെ പേരൻസിനോട് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അവിടെ പഠിച്ച പോലെ എത്ര ദൂരം വിട്ട് എന്തിനാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് കുറേ ആൾക്കാർ എൻ്റെ അച്ഛനമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അവർ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതെന്തിനാണ് വിട്ടത് എന്നുള്ളത് ആ പറഞ്ഞ കളിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഡോക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് ഈ സ്കൂൾ വഹിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ വേണമെങ്കിലും എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും. ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ തിരഞ്ഞെടുപ്പുകയായി നിൽക്കുന്ന കരൂർ ഹൈസ്കൂൾ സ്കൂളിൻ്റെ എല്ലാവിധ വിജയത്തിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിനും എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ കരൂർ മർച്ചൻ്റ് അസോസിയേഷനിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായ ഞാൻ നേർന്നുകൊള്ളുന്നു. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ നമ്മുടെ സ്കൂളിൽ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടാൽ തന്നെ നമുക്കറിയാമായിരുന്നു നമ്മുടെ സ്കൂള് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കൂളാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ സ്കൂളിനോട് അഭേദ്യമായ ബന്ധം എനിക്കുണ്ടെങ്കിലും
ഈ 75 വർഷം തികയുന്ന ജൂബിലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറ്റവും അഭിമാനമായ നിമിഷമാണ്. അടുത്തതായി നമ്മുടെ പ്രയാണം അറ്റ് 75 ലോഗോ ഡിസൈൻ ചെയ്ത് ഒരു മത്സരം വെച്ച് അതിൽ വിജയിച്ചത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എടുക്കാൻ വേണ്ടുന്ന ഫാൻസി സാറിന്, അപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ എം ജോസ് സാറും നമ്മുടെ മുൻ കലൂർക്കാടുന്നതും ഇവിടുത്തെ കുട്ടികൾ എന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രചോദനം നൽകുന്നതുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം ജോസ് സാറിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. 2025 മാർച്ചിലെ SSC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ 7 പേരാണ്. അവർക്കുള്ള അവാർഡാണ് ഐബച്ചൻ മെമ്മോറിയൽ അവാർഡ്. ഇതിന് ക്യാഷ് പ്രൈസും ട്രോഫിയും ഉണ്ട്. കുട്ടികൾക്ക് അവാർഡ് നൽകുവാനായി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ ഐപ്പു വർഗീസ് കൊച്ചുകുടിയെ ക്ഷണിക്കുന്നു. ഐബച്ചൻ മെമ്മോറിയൽ അവാർഡ് SLC 2025 ദേവപ്രിയ സന്തോഷ് 10A.
Godson Anthony 8B, Srinandan Siju 8B, Muhammad Hisham 9A, Edwin Sibi 9B, Muhammad Sagar 9B, Muhammad Sabit 9B, Josuti Binoy 9B, Abid Shajan 9B, Alan Deepu 9B, Ledagaram Gautam AS 9A, Pathim Charan Kannada Krishnapriya MS 10A, Thank you, Father. Thank you, students. കായിക മത്സരങ്ങളിൽ പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അത്ലറ്റിക്സ് സാനിയ അനു 9A, അനുപമ സിനു 7A, Gayatri Shaji 8A, Andate Binu 8A, Emil Maria 8B, Alan Jones 9B, Anbia Sizo 10A, Amida Sajan 10A, Sonia Varghese 10A, അടുത്തതായി സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് തലത്തിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ സാനിയ അനു ഫ്രം ക്ലാസ് 9A. അടുത്തതായി പുരസ്കാരങ്ങൾ നൽകുന്നതിനായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ അശ്വിനി ദിവാകറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർക്ക് എക്സ്പീരിയൻസ് അശ്നിയ ഷിനോസ് ക്ലാസ് 7A, മാളവിക ക്ലാസ് 7B, അനാമിക അഭിലാഷ് 7B, Johnson Joshi class 9A, Advait Digambaran class 10B, അടുത്തതായി സബ് ഡിസ്ട്രിക്ട് IT പേരിൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളാണ് നൽകുന്നത്. ഗോഡ്സൺ സിജു ക്ലാസ് 10B, Benedict Manuel class 8A, Eldo Saji from class 10B, Aksa Pia from class 9A, Thank you Ashwini, thank you students. അടുത്തതായി NCC Best Performance കാഴ്ചവെച്ച സർജൻ അലൻ ജോർജ് ഫ്രം ക്ലാസ് 9B. പുരസ്കാരങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സജി പൗലോസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർജൻ അലൻ ജോർജ് ഫ്രം ക്ലാസ് 9B.
വർഷമായി ഫസ്റ്റ് പൊസിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നത് എല്ലാ ഹൗസ് ആണ്. എല്ലാ ഹൗസിന്റെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനിവിടെ വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മാനേജറുടെ അമ്മയായിരുന്നു, അന്നക്കുട്ടിയായി ഇപ്പം മാനേജറായിരുന്നു. അന്ന് മാനേജർ വർക്കിംഗ് മാനേജറായിരുന്നു. എന്നിരുന്നാലും അമ്മയെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. ഈ സ്കൂളിലേക്ക് എൻട്രി വന്ന ആ വർഷമാണ് ഞാൻ കേൾക്കുന്നത് ഈ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്. ഞാൻ ആദരവോടെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുന്നത്, ഞാനിവിടെ വന്ന് എനിക്കിങ്ങനെ ജോലി തരാൻ അവസരം ഒരുക്കി തന്ന ആദ്യമേ തന്നെ ഈശ്വരൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ മാനേജേഴ്സ്, അവരാണ് എനിക്ക് ഏകദേശം എൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 10 മാസം കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി കിട്ടി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ദൈവകൃപയ എനിക്ക് എല്ലാം തന്നെ ശരിയായി കിട്ടി. എനിക്കധികം അലഞ്ഞു തിരിയേണ്ട വന്നില്ല. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ 2000 ഇവിടെ വന്നപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന JS വണ്ടനാക്കര സാർ ഹെഡ് മാസ്റ്ററായിരുന്നു. ആ സമയത്ത് സാറ് ഏകദേശം എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, അന്ന് ഇന്നത്തെ പോലെയല്ല, സാലറി കയ്യിൽ തരുവാണ്. എനിക്ക് സാലറി ക്രെഡിറ്റ് ആയപ്പോൾ തന്നെ സാറിൻ്റെ അടുത്ത് ചെന്ന് സാറാണ് എനിക്ക് ആദ്യത്തെ സാലറി വിതരണം ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് സന്തോഷം നൽകുന്ന, എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന കുറേ ജീവിതാനുഭവങ്ങളാണ്.